ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹാസ്, ഹാവ്, ഹാഡ് എന്നിവയെക്കുറിച്ചാണ്. ഹാസിൻ്റെയും ഹാവിൻ്റെയും മീനിങ് ഉണ്ട് എന്നാണ്. ഈ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ട്, ഒരു പുതിയ കാറുണ്ട്, ബൈക്കുണ്ട്, പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഇതിൽ അസുഖങ്ങളുണ്ട് എന്നൊക്കെ പറയാനുള്ള ആ ഉണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ ഹാസിനും ഹാവിനും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നുള്ള മീനിങ് കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഹാസ് അറൈവ്ഡ്, അവൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ദേ ഹാവ് അറൈവ്ഡ്, അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, സബ്ജക്റ്റ് ഏകവചനമായാൽ എപ്പോഴും ഒരു എസ്സിലായിരിക്കും ആ ഓക്സിലറി വെർബ് അവസാനിക്കുന്നത്. ഓക്സിലറി വെർബ്സ് എന്ന് പറയുമ്പോൾ ഈസ്, വാസ്, ഹാസ്, ഹാവ്, ആറ്, വേറ് ഇതെല്ലാം ഓക്സിലറി വെർബിൽ പെടുന്നതാണ്. ഹി, ഷീ, ഇറ്റ്, എക്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എനി സിംഗുലർ സബ്ജക്റ്റ്. നമ്മൾ വെർബിൻ്റെ V1 ഉപയോഗിക്കുമ്പോൾ ഹി റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, എക്സ് റൈറ്റ്സ്, അങ്ങനെ എസ് ചേർന്ന് വരുന്ന ആ വെർബിൻ്റെ അവസാനം. എന്നാൽ യു, വി, ദേ, എക്സ് ആൻഡ് വൈ ഐ മീൻ എനി പ്ലൂറൽ സബ്ജക്റ്റ്, അങ്ങനെ വരുമ്പോൾ ആ എസ് അവിടെ ഇല്ല. മാത്രമല്ല ഈ എസ്സിൽ അവസാനിക്കുന്ന വെർബിൻ്റെ ഭാഗത്തെല്ലാം ആറ്, ഈയിൽ അവസാനിക്കുന്നു വേറ്, ഹാവ്, അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഐക്ക് മാത്രം ഡിഫറൻ്റ് ആയിട്ട് നോക്കുക. സാധാരണ ബഹുവചനങ്ങൾക്കാണ് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നാലാണ് വെർബിൻ്റെ ഒന്നാമത്തെ രൂപത്തിൻ്റെ അവസാനം എസ് വരാതിരിക്കുന്നത്. പക്ഷേ ഐ ഒരാളുള്ളെങ്കിലും അവിടെയും എസ് വരുന്നില്ല. പിന്നെ അവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഈസാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷേ ഐക്ക് വരുന്നത് ആമാണ്. ഇവിടെ സിംഗുലറായിട്ടുള്ള വാസ് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ വരുന്നത് ഐ ഹാവ് എന്നാണ് വരുന്നത്. അത് ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറലിനാണ്. അപ്പോൾ മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നും ഐ ഉപയോഗിക്കുമ്പോഴുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇനി നോക്കുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹാസ്, ഹാവ് എന്നതിൻ്റെ മീനിങ് ഉണ്ട് എന്നുള്ളതാണ്. അത് രണ്ടും ഞാൻ പറഞ്ഞിരുന്നു. ഹാഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് ടെൻസിലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഹി ഹാസ് അറൈവ്ഡ്, അവൻ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള ഭാഗത്ത് ഹാഡ് ഉപയോഗിച്ചാൽ ഹി ഹാഡ് അറൈവ്ഡ്, ദേ ഹാഡ് അറൈവ്ഡ്. ഇവിടെ ഹാഡ് എല്ലാവർക്കും ഒരുപോലെയാണ് സബ്ജക്റ്റിന്, അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഹി ആയാലും ഷീ ആയാലും യു ആയാലും വി ആയാലും ദേ ആയാലും ഐ ആയാലും ഒക്കെ ഹാഡ് തന്നെ നമ്മൾ ഉപയോഗിക്കും. അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ടെൻസിനെ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ്. നമ്മളിപ്പോൾ ടെൻസിലേക്കല്ല കിടക്കുന്നത്. നമ്മളുടെ ഹാസ്, ഹാവ്, ഹാഡ് എന്ന് ആ ഉണ്ട്, ഹാഡ് ഉണ്ടായിരുന്നു എന്നുള്ള ആ മീനിങ്ങിനെ മാത്രം നമ്മളെന്താണ് അതിൽ മാത്രം ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നോക്കുക, അവിടെ ഉണ്ട് എന്നാണല്ലോ. ഈ ഹാസ് എന്നുള്ളത് നമുക്ക് ഹാസിന് പകരം ഹാസ് ഗോട്ട്, ഹാവ് ഗോട്ട്, ഹാഡിൻ്റെ കൂടെ സാധാരണ ഹാഡ് ഗോട്ട് എന്ന് പറയാറില്ല. അപൂർവമായിട്ട് അങ്ങനെയുള്ള സെൻറ്റൻസുകൾ കണ്ടെന്നിരിക്കും. അപ്പോൾ ഹാസ് ഗോട്ട്, ഹാവ് ഗോട്ട് എന്ന് വെച്ചാൽ അതും ഉണ്ടെന്നാണ് മീനിങ്. ഇവിടെ നമ്മൾ 3 ഉണ്ട് ആണ് എന്നുള്ള മീനിങ്ങിൽ നമ്മൾ 2 പഠിച്ചിരുന്നു. ഒന്ന് there is, ഉണ്ട്. പിന്നെന്താണ്, ഈ സാമാർ വന്നാൽ അതും ആണ്, ഉണ്ട് എന്നുള്ള മീനിങ്. പിന്നെ ഇവിടെയും നമ്മളെന്താണ് ഹാസ്, ഹാവ് ഓർ ഹാസ് നോട്ട് ഹാവ് നോട്ട് ഉപയോഗിച്ചാൽ അവിടെയും ഉണ്ട് എന്നുള്ള മീനിങ് വരുന്നുണ്ട്. ഈ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഏതെല്ലാം കോണ്ടക്സ്റ്റിലാണ് നമ്മളങ്ങനെ പറയണമെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട്, ലിസണർ, കേൾക്കുന്ന വ്യക്തിയോട് അയാൾ ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ നമ്മൾ അങ്ങോട്ട് പറയുന്നതാണെന്ത് ഈ ദേർ ഒക്കെ പറയുന്നത്. ദേർ ആർ പറയുന്നത്. ദേർ ഈസ് എ സ്നേക്ക് ഇൻ ദ ഹോളിലൊരു സ്നേക്ക് ഉണ്ട്. അയാൾ ഇങ്ങോട്ട് ചോദിച്ചില്ല, സ്നേക്ക് ഉണ്ടോ ചോദിച്ചില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയാണ് ദർ ഈസ് എ സ്നേക്ക് ഇൻ ദ ഹോളിലെ സ്നേക്ക് ഉണ്ട്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുക, ദ സ്നേക്ക് ഈസ് ഇൻ ദ ഹോൾ, സ്നേക്ക് ഹോളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നാച്ചുറലി ദർ വാസ് എ ക്വസ്റ്റ്യൻ, വെർ ഈസ് ദ സ്നേക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായി കാണും. അപ്പോൾ എന്താണ്, ദ സ്നേക്ക് ഈസ് ഇൻ ദ ഹോൾ. അപ്പോൾ ഇതും ആണ് എന്നുള്ളത്, ഇതും ഉണ്ട് എന്നുള്ളത്, അത് ആ സന്ദർഭം അത് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ ഹാസ് ഗോട്ട്, ഹാവ് ഗോട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ എ കാർ, എ ന്യൂ ബൈക്ക്,
എ ന്യൂ ഹൗസ്, എ ന്യൂ ജോബ് ഓർ എനി ജോബ്, എ ഗേൾ ഫ്രണ്ട്, എ ബോയ് ഫ്രണ്ട്. പിന്നെ അത് കൂടാതെ എന്താണ്, കോമൺ ഇൽനെസ്സസ് ആയ അസുഖങ്ങളായ പനി, ചുമ, ജലദോഷം അതൊക്കെ ഉണ്ടായിരിക്കുക, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കുക, അങ്ങനെയുള്ള ഉണ്ട് എന്നുള്ളതാണ് എന്ത് ഈ ഹാസ് ഗോട്ടും ഹാവ് ഗോട്ടും. അതാണ് പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ്, ഇങ്ങനെ വിശദമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് വേണം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഒരാവേശത്തിന് ആരോടെങ്കിലും കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുക, അയാളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിക്കൊണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇത് കുറച്ച് പഠിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഒരു ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ച് നമ്മൾ ഇംഗ്ലീഷിനെ സമീപിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം നമ്മൾ ഇംഗ്ലീഷ് എന്ന ഭാഷയെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കണം. അങ്ങോട്ട് സ്നേഹിച്ചാൽ മാത്രമാണ് ആ ഭാഷ നമ്മളിലേക്ക് അടുത്ത് വരുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആലോചിക്കേണ്ട കാര്യമാണെന്ത്, ആ ലാംഗ്വേജിനോട് നമുക്ക് സ്നേഹം വേണം. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ എഴുതി. അപ്പോൾ ഈ ആണ് ഉണ്ടെന്നുള്ള ഈ 3 സംഭവം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ എഴുതി. ഹാസ് ഗോട്ട്, ഹാവ് ഗോട്ട്, ഹാഡ്, ഇതിനൊക്കെ ഏതെല്ലാം രീതിയിൽ നെഗറ്റീവ്സ് പറയാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. ഇവിടെ നോക്കുക, ഹാസ് ഉണ്ട്, അത് ഇല്ല എന്ന് പറയാൻ നമ്മൾ ഹാസ് നോട്ട്, ഹാസിൻ്റ്, ഹാസ് നോ, ഡസ് നോട്ട് ഹാവ്, ഡസിൻ്റ് ഹാവ്, ഇങ്ങനെ 5 രൂപത്തിൽ നമുക്ക് ഇല്ല എന്ന് പറയാം. ശ്രദ്ധിക്കുക, ഹാസ് നോട്ട്, ഹാസിൻ്റ്, ഹാസ് നോ, ഡസ് നോട്ട് ഹാവ്, ഡസിൻ്റ് ഹാവ്. പിന്നെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലാണ് ഈ നോട്ട് ഓ നമ്മൾ കളഞ്ഞ് അത് കൺട്രാക്റ്റ് ചെയ്യുന്നത്, സങ്കുചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് ഈ ഇൻഡ് ഫോംസ് എല്ലാം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക, അതല്ലാതെ നോട്ട് ഫോംസ് നമ്മൾ റിട്ടൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. അതാണ് അതിൻ്റേതായ രീതി. അപ്പോൾ നമ്മൾ ഹാസാണ് നെഗറ്റീവ്, ഹാസ് നോട്ട്, ഹാസിൻ്റ്, ഹാസിനോ, ഡസിൻ്റ് ഹാവ്, ഡസ് നോട്ട് ഹാവ്, ഡസിൻ്റ് ഹാവ്. ഇനിയിപ്പോൾ ഹാസിന് പകരം നമുക്കൊരു പക്ഷേ അത് വരുന്ന ഹാസ് ഗോട്ട് എന്നായിരിക്കും. ഈ ഗോട്ട് ഞാൻ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് സെപ്പറേറ്റ് ഇങ്ങനെ എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്, ഇത് തന്നെയാണ്, ഹാസ് ഗോട്ടാണ്. ഇപ്പോൾ ഹാസ് ഗോട്ടാണ് നമുക്കെന്താണ്, അത് എല്ലാ ഭാഗത്തും അങ്ങനെ നെഗറ്റീവ് ഇതേപോലെ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കെന്താണ്, ഹാസ് നോട്ട് ഗോട്ട്, ഹാസ് ഗോട്ടാണെങ്കിൽ ഹാസ് നോട്ട് ഗോട്ട്, ഹാസിൻ്റെ ഗോട്ട്, അത്രയും നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇവിടെ ഹാവ് നോട്ട് ആണെങ്കിലോ, ഹാവ് ഗോട്ട് ആണെങ്കിലോ, ഹാവ് നോട്ട് ഗോട്ട്, ഹാവ് നോട്ട് ഗോട്ട്, ഹാവിൻ്റെ ഗോട്ട്, അങ്ങനെ ഉപയോഗിക്കാം. ഇവിടെ ഹാഡിൻ്റെ കൂടെ സാധാരണ നമ്മളങ്ങനെ ആ ഗോട്ട് ഫോം ഉപയോഗിക്കാറില്ല. അങ്ങനെ വന്നാൽ തന്നെ നമുക്കെന്താണ്, ഹാഡ് നോട്ട് ഗോട്ട്, ഹാഡിൻ്റെ ഗോട്ട്, അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോഴും നമ്മൾ സെൻറ്റൻസുകൾ എഴുതി, നെഗറ്റീവ് സെൻറ്റൻസുകളും ഇനി അടുത്തായി സെൻറ്റൻസുകൾ നമുക്ക് എഴുതി അതിൻ്റെ നെഗറ്റീവ്സും അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോംസും എല്ലാം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ നെഗറ്റീവ് ഫോംസും ഏതാനും ക്വസ്റ്റ്യൻസും. ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതാനുള്ള സ്പേസ് ഇല്ല. നമുക്കിത് കാര്യങ്ങളൊന്ന് വ്യക്തമായതിന് ശേഷം കുറച്ച് മായ്ച്ച് കളഞ്ഞിട്ട് വേണം ആ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് എഴുതാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എഴുതിയിടത്തോളം നമുക്ക് നോക്കാം. ഹി ഹാസ് എ ന്യൂ കാർ, ഒരു പുതിയ കാറുണ്ട്, അവനൊരു പുതിയ കാറുണ്ട്. അതേ സെൻറ്റൻസ് തന്നെ, ഹി ഹാസ് ഗോട്ട് എ ന്യൂ കാർ, അവനൊരു പുതിയ കാറുണ്ട്. ശരിക്കും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ ഗോട്ട് ഫോമാണ്. ഹി ഹാസ് ഗോട്ട് എ ന്യൂ കാർ, ഹി ഹാസ് ഗോട്ട് എ ഗേൾ ഫ്രണ്ട്, ഷി ഹാസ് ഗോട്ട് എ ബോയ് ഫ്രണ്ട്, അങ്ങനെ ആ ഗോട്ട് ഫോമാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഇത് റിട്ടൺ ഇംഗ്ലീഷിൽ നമുക്ക് ഹി ഹാസ് എ ന്യൂ കാർ എന്നുള്ള നമുക്ക് എഴുതാം. എന്നാലും ഇപ്പോഴത്തെ റിട്ടൺ ഇംഗ്ലീഷിലൊക്കെ കാണുമ്പോൾ ഹാസ് ഗോട്ട് ആയിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് പറയുമ്പോൾ ഹി ഹാസ് നോട്ട് എ ന്യൂ കാർ, ഇത് ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്. ഗ്രാമാറ്റിക്കലി ഇതിൽ യാതൊരു മിസ്റ്റേക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെയൊന്നും ആരും എഴുതില്ല. അങ്ങനെ എഴുതാണെങ്കിൽ തന്നെ വളരെ ഫോർമലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അങ്ങനെ എഴുതുള്ളൂ. ഇത് ഹി ഹാസിൻ്റെ ന്യൂ കാർ, അതും ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്. പക്ഷേ അതും അങ്ങനെ എന്താണ് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യില്ല.
ഇതാണ് ശരിക്കും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഹി ഹാസിൻറ്റ് ഗോട്ട് എ ന്യൂ കാർ. അവനൊരു പുതിയ കാറില്ല. അപ്പോൾ ഹി ഹാസ് എ ന്യൂ കാറിന് പകരം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഹി ഹാസ് ഗോട്ട് എ ന്യൂ കാർ, ഹി ഹാസിൻറ്റ് ഗോട്ട് എ ന്യൂ കാർ. ഇനി അടുത്ത നെഗറ്റീവ്, ഹി ഡസിൻറ്റ് ഹാവ് എ ന്യൂ കാർ. ഇത് നല്ല യൂസേജാണ്. അപ്പോൾ ഹി ഹാസിൻറ്റ് ഗോട്ട് എ ന്യൂ കാർ ഉപയോഗിക്കാം, ഹി ഡസിൻറ്റ് ഹാവ് എ ന്യൂ കാർ ഉപയോഗിക്കാം. അത് നല്ലതാണ്. അല്ലെങ്കിൽ ഹി ഡസ് നോട്ട് ഹാവ് എ ന്യൂ കാർ. അപ്പോൾ ഈ ഡസിൻറ്റ് ഹാവ് ഫോമും അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ഫോമും ഈ ഹാസിൻറ്റ് ഗോട്ടും ഹാവിൻ്റെ ഗോട്ടും എന്നുള്ള പാറ്റേണാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് വെക്കുക. ഹാസ് ഹി എ ന്യൂ കാർ? ഗ്രാമാറ്റിക്കലി ഓക്കെ, പക്ഷേ അങ്ങനെയൊന്നും ആരും പറയില്ല. ഹാസ് ഹി ഗോട്ട് എ ന്യൂ കാർ? സ്പോക്കണിൽ നമ്മൾ ഇങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഹാസ് ഹി ഗോട്ട് എ ന്യൂ കാർ? ഒരു പുതിയ കാർ അവന് ഉണ്ടോ? ഇല്ലേ എന്നാണെങ്കിൽ ഹാസിൻ ഹി ഗോട്ട് എ ന്യൂ കാർ. അത്രയൊക്കെ എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ നിർത്തിയത്. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും ഒന്നാണ് എടുത്ത് ഫുള്ളായിട്ട് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. പിന്നെ ഡസ് ഹി ഹാവ് എ ന്യൂ കാർ? ഹി ഡസിൻറ്റ് ഹാവ് എ ന്യൂ കാർ എന്നുള്ളത് ഡസ് ഹി ഹാവ് എ ന്യൂ കാർ? അവനൊരു പുതിയ കാറുണ്ടോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആ ചാർട്ട് എന്താണ് നമുക്കൊന്ന് ഫുള്ളായിട്ട് ഒന്ന് എഴുതാം. ക്വസ്റ്റ്യൻസ് നോക്കുക. ഹി ഹാസ് എ ന്യൂ കാർ, ഹി ഹാസ് ഗോട്ട് എ ന്യൂ കാർ. അവിടെ ഹി ഹാസ് ഗോട്ട് എ ന്യൂ കാർ, ഒരു പുതിയ കാർ അവന് ഉണ്ട്. ഹാസ് ഹി ഗോട്ട് എ ന്യൂ കാർ? ഒരു പുതിയ കാർ ഉണ്ടോ? ഹാസിൻറ്റ് ഹി ഗോട്ട് എ ന്യൂ കാർ? അവന് പുതിയ കാർ ഇല്ലേ? ഹാസ് ഹി നോട്ട് ഗോട്ട് എ ന്യൂ കാർ? അവന് പുതിയ കാർ ഇല്ലേ? രണ്ടും ഒരേ മീനിങ്. നമ്മൾ മറ്റ് സിമ്പിൾ പ്രസൻറ്റൻസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് രീതിയിൽ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാമെന്ന്. പിന്നെ നമ്മൾ ഹി ഡസിൻറ്റ് ഹാവ് എ ന്യൂ കാർ എന്നുള്ളതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാമല്ലോ. ഡസ് ഹി ഹാവ് എ ന്യൂ കാർ? അവന് പുതിയ കാർ ഉണ്ടോ? ഡസിൻറ്റ് ഹി ഹാവ് എ ന്യൂ കാർ? അവന് പുതിയ കാർ ഇല്ലേ? അത് തന്നെ ഡസ് ഹി നോട്ട് ഹാവ് എ ന്യൂ കാർ? അവന് പുതിയ കാർ ഇല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഫോമിലേക്ക് വരികയാണെങ്കിൽ ഹി ഹാസ് എ ന്യൂ കാർ എന്നുള്ളത് ഹി ഹാസ് ഗോട്ട് എ ന്യൂ കാർ എന്നുള്ളത് ഇവിടെ വാട്ട് ഹാസ് ഹി ഗോട്ട്? അവൻ എന്താണ് ഉള്ളത്? അല്ലെങ്കിൽ ഈ ഡസിൻറ്റ് ഹാവ് എ ന്യൂ കാർ എന്നുള്ള ആ ഡസിൻ്റെ ഫോമിലേക്ക് വരുമ്പോൾ വാട്ട് ഡസ് ഹി ഹാവ്? അവൻ എന്താണ് ഉള്ളത്? ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് എഴുതിയത് ഒന്ന് പലവട്ടം വായിച്ച് ശരിക്കും മനസ്സിലാക്കുക. ബോർഡിൻ്റെ സ്ഥലപരിമിതി അറിയാമല്ലോ. അതിനുശേഷം ആണ് ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഹാവ് ചേർത്ത് ഒരു സെൻറ്റൻസും അതിൻ്റെ നെഗറ്റീവ്സും ക്വസ്റ്റ്യൻ ഫോംസും ഒക്കെ നമുക്ക് ഫോം ചെയ്ത് നോക്കാം. ഈ സെൻറ്റൻസ് നോക്കുക. ദേ ഹാവ് 2 കിഡ്സ്. 2 കുട്ടികളുണ്ടാവും അവർക്ക്. 2 കുട്ടികളില്ല എന്ന് പറയാൻ വേണ്ടി ദേ ഹാവ് നോട്ട് 2 കിഡ്സ്. ആ സെൻറ്റൻസ് തന്നെ വളരെ ക്ലംസിയാണത്. ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്, പക്ഷേ നമുക്കത് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ സെൻറ്റൻസും ദേ ഹാവിൻ്റെ 2 കിഡ്സ് അതും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇത് ഗ്രാമാറ്റിക്കലി ഓക്കെ ആണെങ്കിലും നമ്മൾ സെൻറ്റൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഈ ഫോംസാണ്. ഗോട്ട് ഫോംസും അല്ലെങ്കിൽ ഡോണ്ട്, ഡസിൻറ്റ്, ഹാവ് ഫോംസാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ദേ ഹാവിൻ്റെ ഗോട്ട് 2 കിഡ്സ്. അവർക്ക് 2 കുട്ടികൾ ഇല്ല. ദേ ഡോണ്ട് ഹാവ് 2 കിഡ്സ്. അവർക്ക് 2 കുട്ടികൾ ഇല്ല. ഇത് 2 ഫോംസും ഈക്വലി സൂട്ടബിളാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ. അപ്പുറത്തേക്ക് ഓർക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോം ചെയ്ത് നോക്കാം. ദേ ഹാവ് 2 കിഡ്സ് എന്നുള്ള സെൻറ്റൻസിനെ ബേസ് ചെയ്ത്. ഇവിടെ നോക്കാം, നമ്മൾ ഹാവ് വെച്ച് യൂസ് ചെയ്യാണ്. ഈ ദയുടെ ഭാഗത്ത് ഇറ്റ് ക്യാൻ ബി എനി അതർ പ്ലൂറലാക്കി വി, ഞങ്ങൾക്കുണ്ട്, അങ്ങനെയൊക്കെ ആവാം. ദേ ഹാവ് 2 കിഡ്സ്. അവർക്ക് 2 കിഡ്സ് ഉണ്ട്. ദേ ഹാവ് ഗോട്ട് 2 കിഡ്സ്. ദേ ഹാവ് 2 കിഡ്സ് ഓക്കെ. അത് നമുക്ക് എന്താണ് സ്പോക്കണിലും ഇംഗ്ലീഷ് പിന്നെ റിട്ടൺ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് പറയാൻ കുഴപ്പമില്ല. പിന്നെ ദേ ഹാവ് ഗോട്ട് 2 കിഡ്സ്. 2 കിഡ്സ് അവർക്കുണ്ട്. അപ്പോൾ ദേ ഹാവ് 2 കിഡ്സിൻ്റെ ഹാവ് ദേ 2 കിഡ്സ്, 2 കുട്ടികളുണ്ടോ? ഇനി ഇല്ലേ എന്നാണെങ്കിൽ നമ്മളെന്താണ് ഹാവിൻ്റെ ദേ 2 കിഡ്സ്. അത്രയൊന്നും ഞാൻ എഴുതിയിട്ടില്ല, കാരണം ഇതെല്ലാം എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്.
അപ്പോൾ ദേ ഹാവ് 2 കിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ഹാവ് ദേ 2 കിഡ്സ്, 2 കിഡ്സ് ഉണ്ടോ? ഇല്ലേ എന്നാണെങ്കിൽ ഹാവിൻ്റെ ദേ 2 കിഡ്സ്, 2 കിഡ്സ് ഇല്ലേ? ആ ഇല്ലേ എന്നുള്ളത് നമുക്ക് എന്താണ് നോട്ട് അപ്പുറത്തിട്ട് എഴുതാമല്ലോ. ഹാവ് ദേ നോട്ട് 2 കിഡ്സ്, അവർക്കില്ലേ? പിന്നെ ദേ ഹാവ് ഗോട്ട് 2 കിഡ്സ്, ഹാവ് ദേ ഗോട്ട് 2 കിഡ്സ്, അവർക്കെന്താണ് 2 കിഡ്സ് ഉണ്ട്. ഹാവിൻ്റെ ദേ ഗോട്ട്സ് 2 കിഡ്സ്, 2 കിഡ്സ് ഇല്ലേ? ഹാവ് ദേ നോട്ട് ഗോട്ട് 2 കിഡ്സ്, അവർക്ക് 2 കിഡ്സ് ഇല്ലേ? അങ്ങനെയൊന്നും വളഞ്ഞു പറയേണ്ട ആവശ്യമില്ല. ഹാവിൻ്റെ ദേ ഗോട്ട് 2 കിഡ്സ്, 2 കിഡ്സ് ഇല്ലേ? പിന്നെ ഡു ഫോം ഡസ് ഫോം വെച്ചാണെങ്കിൽ ഡു ഫോമിൽ ഡു ദേ ഹാവ് 2 കിഡ്സ്, അവർക്ക് 2 കിഡ്സ് ഉണ്ടോ? ഡോണ്ട് ദേ ഹാവ് 2 കിഡ്സ്, അവർക്ക് 2 കിഡ്സ് ഇല്ലേ? അപ്പോൾ ഡോണ്ട് ദേ ഹാവും ഹാവിൻ്റെ ദേ ഗോട്ടും സെയിം ആണ് മീനിങ്. പിന്നെന്താണ് ഹാവ് ദേ ഇങ്ങനെ വരുന്നതും ഡു ദേ ഹാവ് വരുന്നതും സെയിം ആണ്. പിന്നെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഗോട്ട് ഫോംസും ഈ ഹാവ് ഗോട്ട് ഫോംസും ഹാവിൻ്റെ ദേ ഗോട്ട് ഫോംസ്, അങ്ങനെ ആ ഗോട്ട് വരുന്ന ഫോംസും പിന്നെന്താണ് ഈ ഡൂവും ഡസും വരുന്ന ഈ ഫോംസുമാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഡു ദേ ഹാവ് 2 കിഡ്സ്, ഡോണ്ട് ദേ ഹാവ് 2 കിഡ്സ്, 2 കിഡ്സ് ഇല്ലേ? അല്ലെങ്കിൽ ഡു ദേ നോട്ട് ഹാവ് 2 കിഡ്സ്, 2 കിഡ്സ് ഇല്ലേ? ഇനി ക്വസ്റ്റ്യനിലേക്ക് പിന്നെ WH ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹൗ മെനി കിഡ്സ് ഡു ദേ ഹാവ്, അവർക്ക് എത്ര കുട്ടികളുണ്ട്? അല്ലെങ്കിൽ ഹൗ മെനി കിഡ്സ് ഹാവ് ദേ ഗോട്ട്, അവർക്ക് എത്ര കുട്ടികൾ ഉണ്ട്? ഇത് ഒരു ഫിസിക്കൽ ക്ലാസ് റൂമിനെ അപേക്ഷിച്ച് ഓൺലൈൻ ക്ലാസ് റൂമിലെ ഏറ്റവും വലിയ പരിമിതി എന്ന് വെച്ചാൽ ഒന്ന് ബോർഡിന് ഒരുപാട് സ്പേസിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ നമുക്കെന്താണ് ബോർഡിൻ്റെ ഏതിലൊക്കെ കോർണറിലൊക്കെ കൊണ്ടുവന്നെന്താണ് അതിനെക്കുറിച്ച് വെച്ചാലൊന്നും ഓൺലൈൻ ക്ലാസ്സിൽ കാണാൻ പറ്റില്ല. പിന്നെ നമുക്കെന്താണ് ഇതിപ്പോൾ ഒരു സെൻറ്റൻസ് എഴുതിയിട്ട് എന്താണ് അതിനേക്കാൾ കുറച്ചുകൂടി പ്രോപ്പറായിട്ടുള്ള മറ്റ് സെൻറ്റൻസ് ആണെന്ന് കരുതി അത് നമുക്ക് അത് വായിച്ചിട്ട് എഴുതി വയ്ക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾ ഓൺലൈൻ ക്ലാസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലെസണിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ എഴുതിയേക്കുന്നതാണ് പലവട്ടം വായിച്ച് മനസ്സിലാക്കണം. അതിന് ശേഷമാണ് നിങ്ങൾ ഇത് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ഹാസും ഹാവും അല്ലെങ്കിൽ ഹാസ് നോട്ട് ഹാവ് ഹാസ് ഗോട്ട് ഹാവ് ഗോട്ട് എന്നിവയെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഹാർഡ് വെച്ചെന്താണ് ഒരു സെൻറ്റൻസും അതിൻ്റെ ക്വസ്റ്റ്യൻ നെഗറ്റീവ്സും ക്വസ്റ്റ്യൻ ഫോംസൊക്കെ നോക്കാം. ആലോചിക്കുക, ഹാർഡ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഏതായിരുന്നാലും യു വി ദേ ഐ ഹി ഷി അങ്ങനെ സിംഗുലറായാലും പ്ലൂറലായാലും ഹാർഡ് എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞിരുന്നു. പാസ്റ്റ് ടെൻസ് ഇപ്പോൾ റോട്ട് എഴുതി അറൈവ്ഡ് എത്തിച്ചേർന്നു, അതിലൊക്കെ എന്താണ് സബ്ജക്റ്റ് ഏതായിരുന്നാലും ഒരുപോലെയാണ്. എല്ലാത്തിനും നെഗറ്റീവ് എന്താണ് ഡിഡ് നോട്ട് ഓർ ഡിഡിൻ്റെ ചേർത്തിട്ട് V1 നമ്മൾ ചേർക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർഡിൻ്റെ യൂസേജിലും സബ്ജക്റ്റ് ഏതായിരുന്നാലും യൂസേജ് ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഹാർഡ് വെച്ചൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഹാർഡ് വെച്ചുള്ള സെൻറ്റൻസ് നോക്കുക. ഹി ഹാഡ് എ ന്യൂ കാർ, ഒരു പുതിയ കാർ ഉണ്ടായിരുന്നു. ഇവിടെ ഹീയുടെ ഭാഗത്ത് സബ്ജക്റ്റ് ഏതായാലും വിഷയമല്ലെന്ന് അറിയാലോ. വി ദൈ ഷീ ആരായാലും കുഴപ്പമില്ല, എല്ലാം ഹാർഡ് തന്നെയായിരിക്കും. ഈ ഹാഡ് നോട്ട് എ ന്യൂ കാർ ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഈ പാറ്റേൺ നമുക്ക് വേണ്ട. ഈ ഹാഡ് നോട്ട് എ ന്യൂ കാർ എന്നുള്ളത്. ഈ ഹാഡ് നോ ന്യൂ കാർ ഇത് കുഴപ്പമില്ല, പുതിയ കാറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുക, ദേ ഹാഡ് 2 കിഡ്സ്. ആ ദേ ഹാഡ് 2 കിഡ്സ് എന്നുള്ളത് ആ കിഡ്സ് പ്ലൂറലാണ്. അങ്ങനെ പ്ലൂറൽ വരുമ്പോൾ എന്താണ് നമുക്ക് ഈ നോ ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. അത് നമ്മളെന്താണ് ദേ ഹാവ് 2 കിഡ്സ് ഉള്ളത് നമ്മൾ നോ ഉപയോഗിച്ചാൽ ദേ ഹാവ് നോ 2 കിഡ്സ് എന്നായി പോകും. അങ്ങനെ ഒരു യൂസേജ് ആരും പറയില്ല, ഉപയോഗിക്കില്ല. അപ്പോൾ ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് സിംഗിളർ ആണെങ്കിൽ എന്താണ് നോ അവിടെ സൂട്ടബിളായി വരും. ഈ ഹാസായാലും ഹാവായാലും ഹാർഡായാലും ഹാർഡ് നോ ഹാസ് നോ ഹാവ് നോ എന്നുള്ളത് അത് കഴിഞ്ഞ് വരുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ ഓക്കെ ആവും. പ്ലൂറൽ ആണെങ്കിൽ എന്താണ് അത് ഓക്കെ ആവില്ല. അതുകൊണ്ട് നോ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഹാഡ് നോ ന്യൂ കാർ, പുതിയ കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഹി ഡിഡ് നോട്ട് ഹാവ് എ ന്യൂ കാർ, പുതിയ കാറൊന്നും ഉണ്ടായിരുന്നില്ല.
ഹി ഡിഡിൻറ്റ് ഹാവ് എ ന്യൂ കാർ. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഇവിടെ ഈ നൗൺ സിംഗുലർ ആയതുകൊണ്ട് ഈ ഒബ്ജക്റ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത സാധനം സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് നോ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് പ്രിഫർ ചെയ്യാം, ഇത് പ്രിഫർ ചെയ്യാം. ഹി ഡിഡ് നോട്ട് ഹാവ് എ ന്യൂ കാർ, ഹി ഡിഡിൻറ്റ് ഹാവ് എ ന്യൂ കാർ. ഇനി ക്വസ്റ്റ്യൻ ഫോമിലേക്ക് വരുമ്പോൾ ഡിഡ് ഹി ഹാവ് എ ന്യൂ കാർ, അത് നല്ല യൂസേജാണ്. ഉണ്ടായിരുന്നോ? ഡിഡിൻറ്റ് ഹി ഹാവ് എ ന്യൂ കാർ, പുതിയ കാർ ഉണ്ടായിരുന്നില്ലേ? പിന്നെ ഇൻറ്റ് അപ്പുറത്തേക്കിട്ട് പറയാമല്ലോ. ഡിഡ് ഹി ഇൻറ്റ് നോട്ടാക്കുക, നോട്ട് ഹാവ് എ ന്യൂ കാർ, പുതിയ കാർ ഉണ്ടായിരുന്നില്ലേ? പിന്നെ നോക്കുക, ഹാഡ് ഹി എ ന്യൂ കാർ. ഈ ഹാഡ് എ ന്യൂ കാർ എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മളെന്താണ് ഈ ഹാഡ് പ്രത്യേകമായിട്ട് ക്വസ്റ്റ്യനായി. പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴെന്താണ് ഇത് ഗ്രാമാറ്റിക്കലി ഓക്കെയാണ്, പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ അങ്ങനെ ആരും പറയില്ല. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. അതുപോലെ തന്നെ എന്താണ് ഹാഡിൻറ്റ് ഹി എ ന്യൂ കാർ, ഉണ്ടായിരുന്നില്ലേ, ആ ഫോം നമുക്കെന്താണ് വേണ്ട. പകരം എന്താണ് ഹാഡിൻറ്റ് ഹി എ ന്യൂ കാർ എന്നാണ് ഡിഡിൻറ്റ് ഹി ഹാവ് എ ന്യൂ കാർ, ആ യൂസേജ് നമുക്ക് മതി. പിന്നെ വാട്ട് ഡിഡ് ഹി ഹാവ്, എന്താണ് അവന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഹാഡിൻ്റെ നെഗറ്റീവ് നമ്മൾ എഴുതുമ്പോൾ എന്താണ് ഇവിടെ ഡിഡിൻറ്റ് ഹാവ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ലെസണിൽ ഇത്രയേ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇതുകൊണ്ടൊരു പൂർണ്ണമായൊരു നല്ല ഐഡിയ കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഈ ഹാസ് ഹാവ് ഹാഡ് ചേർത്ത് വീണ്ടും കുറേ സെൻറ്റൻസുകൾ എഴുതി അത് നമുക്ക് വീണ്ടും ഒന്ന് ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സൊക്കെ നമുക്ക് ഫോം ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.